വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ കൂടി ചേരുകയാണ്. ഉണ്ണി, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ചരിത്ര മുഹൂർത്തങ്ങളടക്കം ഇന്ത്യയിൽ RSSനാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയ കൂട്ടായ്മ. ഇത് ദേശസ്നേഹമുള്ളവരുടെ തന്നെ കൂട്ടായ്മയാണ്. ദേശവിരുദ്ധരാണ് പ്രതിപക്ഷമെന്ന് വരുത്തിത്തീർക്കുന്ന BJPയുടെ അജണ്ടകൾക്ക് എതിരാണിത്. ഇങ്ങനെ നിരവധി പദ്ധതികളുമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേവലം സീറ്റുകളുടെ ഒരു വിഭജനമോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുക എന്നത് മാത്രമല്ല, BJPയെയും RSSനും എതിരായി, സംഘപരിവാറിനും എതിരായി രാജ്യത്തെ ഒരു വലിയ കൂട്ടായ്മയായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് യോഗം ചർച്ച ചെയ്തത്? അജിംഷാദ്, തീർച്ചയായും പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുന്നത് ഏറ്റവും നിർണായകമായ യോഗമാണ് പട്ടേൽ അവസാനിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ നേതാക്കളെല്ലാം സംയുക്തമായി തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നത്. പ്രധാനമായും BJPക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടും എന്ന കാര്യം തന്നെയാണ് അവർ ഈ യോഗത്തിന് ശേഷം മുന്നോട്ട് വെക്കുന്നതിന് തീരുമാനമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പോരാടാൻ തീരുമാനമായി എന്ന കാര്യമാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. ഒന്നിച്ച് പോരാടുമെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഇന്നുണ്ടായത് പോസിറ്റീവ് ചർച്ചകളാണെന്ന കാര്യം കൂടി നിതീഷ് കുമാർ പറയുന്നു. മോദിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാനുള്ള ഒരു തീരുമാനം ഈ യോഗത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് നേതാക്കൾ പറയുന്നത്. പ്രതിപക്ഷ ഐക്യത്തിന് ഒരു പൊതു അജണ്ട ഉണ്ടാക്കുമെന്നൊരു കാര്യം കൂടെ പറയുന്നു. ഇതിനായിട്ട് മറ്റൊരു യോഗം ചേരും. ജൂലൈയിൽ ഷിംലയിൽ നടക്കുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു അജണ്ട ഉണ്ടാക്കും. അതിൽ ആരാണ് നേതൃത്വത്തിലേക്ക് വരിക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ ആ യോഗമായി അല്ലെങ്കിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ യോഗത്തിന് ശേഷം എത്തിച്ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ പ്രതിപക്ഷ പാർട്ടികളുടെ അടുത്ത യോഗം, ഞാൻ ഈ പറഞ്ഞ യോഗം ജൂലൈയിൽ ഷിംലയിൽ ചേരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കൂടാതെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ നടക്കുക എന്നൊരു കാര്യമാണ് നേതാക്കൾ പ്രധാനമായും പറയുന്നത്. ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കുക. ഈ പോരാട്ടത്തിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, പദവികൾക്കോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കോ ഒന്നും പ്രാധാന്യമില്ല. ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 15 പാർട്ടികളിൽ നിന്നായി 30ഓളം നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിർണായകമായ ആ യോഗമാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. നമുക്കറിയാം, പട്നയിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ആ യോഗം, ബീഹാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ യോഗം ചേർന്നത്. എന്തായാലും നിർണായകമായ തീരുമാനങ്ങളെല്ലാം തന്നെ യോഗത്തിലുണ്ടായി. BJPക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടും എന്നൊരു കാര്യമാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട ഉണ്ടാക്കും. അത് അടുത്ത ഷിംലയിൽ നടക്കുന്ന അടുത്ത യോഗത്തിൽ അത് അജണ്ട തയ്യാറാക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നിലവിൽ അവിടെ പോസിറ്റീവ് ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നതെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ആ യോഗത്തിൽ BJPക്കെതിരെ, മോദിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാനുള്ള ഉറച്ച തീരുമാനമായാണ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നത്. അജിംഷാദ്. ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചുള്ള നീക്കത്തിനാണ് 2024 തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുക. BJPയെ താഴെയിറക്കുക, സംഘപരിവാർ ഭരണം ഇല്ലാതാക്കുക എന്നതൊക്കെയാണ് അജണ്ടകളായി പോകുന്നത്. ഇതിൻ്റെ തീരുമാനത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രായോഗികമായ തലങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, അജണ്ടകളൊക്കെ ഷിംലയിൽ ചേർന്ന അടുത്ത യോഗത്തിൽ പ്രഖ്യാപിക്കും എന്നതാണ് നേതാക്കൾ അറിയിച്ചത്. എന്തായാലും 17 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമാണ് പാട്നയിൽ നിതീഷ് കുമാറിൻ്റെ വസതിയിൽ പൂർത്തിയായത്.